ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്. അപ്പോൾ പുതിയൊരു ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഹിഡൻ ആയിട്ടുള്ള, നിങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു ശത്രു ആരാണ് എന്നുള്ളതാണ്. മേ ബി അതൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു എനർജി ആയിരിക്കാം, നിങ്ങളുടെ ചില ഹാബിറ്റ്സ് ആയിരിക്കാം. എന്തായാലും നിങ്ങൾക്കത് കറക്റ്റായിട്ട് ഒരു 7 ക്വസ്റ്റ്യനിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ടാരോ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളിത് കാണുമ്പോൾ 2 മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന ശേഷം നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷം ഈ ഒരു റീഡിങ് കാണാൻ ശ്രമിക്കുക. ആരാണ് നിങ്ങളുടെ പിന്നിൽ നിന്നും നിങ്ങൾക്കിട്ട് പാര വയ്ക്കുന്നത്? നിങ്ങളുടെ കൂടെയുള്ള ഒരു എനർജി ആണോ, നിങ്ങളുടെ ഹാബിറ്റ് ആണോ, എന്താണോ എന്ന് നമുക്കിപ്പോൾ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ആ ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തിയിലേക്കുള്ള പോയിന്റ്സ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാനുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് ഈ ഒരു ടാരോ പറഞ്ഞു തരും. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്ത് കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് നിങ്ങൾക്ക് തരാൻ പറ്റുക. ആൻഡ് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിന്നാൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ കറക്റ്റായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എനർജി കുറച്ചുകൂടി പോസിറ്റീവ് ആക്കാനും നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുമാറാനുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഒരു വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു എനർജി ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. സോ പൂർണ്ണമായും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ചിന്തിച്ച് നോക്കുക ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, സോ നമുക്ക് ഒരു 7 കാർഡ് സ്പ്രെഡ് എടുത്ത് നോക്കാം. 7 ചോദ്യങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ടാരോയോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ: ആരാണ് നിങ്ങളുടെ ഹിഡൻ ആയിട്ടുള്ള എനിമി? എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ആരാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ ഒരു ഹിഡൻ എനിമി എന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ആരാണ് അവർക്കെതിരെ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്, എന്താണ് അവരുടെ ഈ ഒരു പ്രവർത്തനം കാരണം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, എന്താണ് നിങ്ങളുടെ എനിമിയിൽ നിന്നും നിങ്ങൾ പഠിക്കാനുള്ള പാഠം അവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും ആരാണ് നിങ്ങളുടെ ആ ഒരു ഹിഡൻ എനിമി എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ കാർഡാണിത്. ആൻഡ് നിങ്ങൾക്കെതിരെ അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. കാർഡ് നമ്പർ 2. എങ്ങനെയാണ് അവർ നിങ്ങൾക്കെതിരെയായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് എതിരെ നിൽക്കാൻ കാരണം, അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് നിങ്ങളുടെ ലൈഫിൽ. ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താണ്, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാം, നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ 7 ചോദ്യങ്ങൾ ടാരോയോട് ചോദിച്ചിട്ടുള്ള 7 ചോദ്യങ്ങളുടെ മറുപടി ടാരോ തന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോ സ്പ്രെഡും എന്താണ് എന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം ആരാണ് നിങ്ങളുടെ ഹിഡൻ ആയിട്ടുള്ള എനിമി എന്നുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു മേജർ അർക്കാനയാണ് ഹാങ്ഡ് മാൻ. അവരെങ്ങനെയാണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് കാർഡ് നമ്പർ 2. എന്തുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് കാർഡ് നമ്പർ 3. അത് കാരണം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതാണ് കാർഡ് നമ്പർ 4. നിങ്ങൾ അവരിൽ നിന്നും എന്ത് പാഠമാണ് പഠിക്കേണ്ടത്. മേജർ അർക്കാനയാണ് വന്നിരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഔട്ട്കം എന്ന് പറയുന്നത്. സോ ഒരു 7 കാർഡ് സ്പ്രെഡ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് നോക്കാം. ഈ 7 കാർഡ് സ്പ്രെഡിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആരാണ് നിങ്ങളുടെ ഹിഡൻ എനിമി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു കാർഡാണ് ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന ഒരു കാർഡ്. നിങ്ങളുടെ ഈ ഒരു എനിമി എന്ന് പറയുന്നത്
പുറമെ ഒട്ടും അഗ്രസീവ് ഒന്നും അല്ലായിരിക്കും, വളരെ കാമായിട്ടുള്ള ഒരു വ്യക്തി ആകാനായിട്ടാണ് ചാൻസ്. ഒരിക്കലും നിങ്ങളോട് നേരിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന രീതിയിൽ നിങ്ങളെ കുറ്റം പറയുക, ഇതൊന്നും ചെയ്യുന്ന ഒരു വ്യക്തി ആവാൻ ചാൻസ് ഇല്ല. ആള് നിങ്ങളോട് പെരുമാറുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ആൾ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഹിഡൻ ആയിട്ടാണ്, ഭയങ്കര ഒളിച്ചിരുന്ന് ആരും അറിയാതെ ആർക്കും സംശയം തോന്നാത്ത ഒരു രീതിയിലാണ് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുറമേ നോക്കുമ്പോൾ ആൾ ഭയങ്കര കാമാണ്, ഭയങ്കര ശാന്തനാണ് അല്ലെങ്കിൽ ശാന്തയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഭയങ്കര എല്ലാം ത്യജിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്കും തോന്നുന്നു നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ഇവർ ത്യജിക്കുന്നുണ്ട്, നമ്മളോട് അത്ര സിൻസിയർ ആണ് എന്നൊക്കെ തോന്നുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്ന ഒരാളായിരിക്കാം. ബട്ട് ആക്ച്വലി അവർ നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് നിങ്ങളുടെ ലൈഫിലുണ്ടാവുന്ന പ്രോഗ്രസ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ തടസ്സം വരുത്തുക, നിങ്ങളെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ അവർ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആവുന്നു എന്ന് തോന്നില്ല, പക്ഷേ ഒരു ചെറിയ തെറ്റായ തീരുമാനങ്ങളിലേക്കൊക്കെ നമ്മളെ തള്ളി വിടാനുള്ള പവറുള്ള ആൾക്കാരാണ്. അതുപോലെ നമ്മളെ ആക്ഷൻ എടുക്കാതിരിക്കാനും ഈ വ്യക്തികൾ കാരണമാകുന്നുണ്ട്. അതുപോലെ ആക്ച്വലി ഇവർ നമ്മളുടെ ഒരു കാര്യത്തിലും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നും. നമ്മളുമായിട്ടൊക്കെ എല്ലാവരുമായിട്ടുമൊക്കെ ഭയങ്കര ഡിറ്റാച്ച്ഡ് ആണ് ഈ ഒരു വ്യക്തി, നമ്മളുടെ ഒരു കാര്യങ്ങളിലും മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നുമെങ്കിലും ശരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങളെ നല്ല രീതിയിൽ ഇവർ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിനെ നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരിക്കും ഈ ഒരു വ്യക്തി. ഇനി അങ്ങനെ ഒരു വ്യക്തിയല്ല എങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു ടെൻഡൻസി ആയിരിക്കാം ഇത്. അതായത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരുപാട് നാളത്തേക്ക് മാറ്റി വയ്ക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക, അങ്ങനെ ഒരു എനർജി കൂടെ ഇവിടെ വരുന്നുണ്ട്. റിയൽ ലൈഫിൽ വരുമ്പോഴത്തേക്ക് നിങ്ങളെ നേരിട്ട് അറ്റാക്ക് ചെയ്യാത്ത ഒരു വ്യക്തിയായിരിക്കാം, പക്ഷേ പിന്നിൽ നിന്ന് പതിയെ നിങ്ങളെ പുറകിലേക്ക് വലിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ ഒരു ശത്രു എന്ന് പറയുന്നത്. പക്ഷെ പുറമേ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുമായിട്ട് വളരെ കോഡിയലായിട്ട് പോകുന്ന, വളരെ ശാന്തനായ അല്ലെങ്കിൽ വളരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് തോന്നുമെങ്കിലും നിങ്ങളെ ഡിറ്റാച്ച് ചെയ്യാണ് ആ ഒരു വ്യക്തിയെ നമുക്ക് തോന്നുമെങ്കിലും ശരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇനി അവരെങ്ങനെയാണ് ഈ ഒരു കാര്യം നടപ്പിലാക്കുന്നത്, അതായത് നിങ്ങൾക്കെതിരെയുള്ള ഈ ഒരു പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആ ഒരു ക്വസ്റ്റിന് ടാരോ തന്ന ആൻസർ എന്ന് പറയുന്നത് കിങ് ഓഫ് വാൺസ് എനർജിയാണ്, അതൊരു കിങ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് പുറമേ നോക്കുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഈവൻ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. എല്ലാവരാലും ഭയങ്കര ഇൻസ്പയറിംഗ് ആയ, നമുക്ക് അവരോടൊരു ആരാധനയൊക്കെ തോന്നുന്ന ഒരു പവറുള്ള ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അവരുടെ കരിസ്മയും അവരുടെ ഒരു ലീഡർഷിപ്പ് സ്കില്ലൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ് അവർ ഇത് വെച്ച് ഇവരുടെ ഒരു കൺട്രോളിങ് നേച്ചറൊക്കെ വെച്ച് ബാക്കിയുള്ളവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ പ്രസൻറ്റ് ചെയ്യുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമാൻഡിങ് പവറുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ നിങ്ങളെ വളരെ ചെറുതായിട്ടായിരിക്കും തോന്നുന്നത് ഈ ഒരു വ്യക്തിയുടെ മുമ്പിൽ. ഇത് നിങ്ങളുടെ ഒരു ബോസി കൊളീഗ് ആയിരിക്കാം, എപ്പോഴും പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൊളീഗ് ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ ഫാമിലി തന്നെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. അവർ പറയുന്നിടത്ത് നിൽക്കണം കാര്യങ്ങൾ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെൻറ്റർ പോലും ആകാം. അതായത് നിങ്ങൾ പുറമേ ഷൈൻ ചെയ്യരുത് എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും. അവരുടെ ഒരു വെപ്പൺ, അവരുടെ ഒരു ആയുധം എന്ന് പറയുന്നത് അതോറിറ്റിയാണ്, അതോറിറ്റി. ഓക്കെ, അവർ പുറമേ ഭയങ്കര റൂഡായിട്ട് കാണിക്കാതെ അവരുടെ ഈ ഒരു കൺട്രോളിങ് നേച്ചർ വെച്ചിട്ട് എല്ലാവരെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ നിർത്തുന്നുണ്ട് ഇവരുടെ ഒരു നേച്ചർ വെച്ചിട്ട്. പക്ഷെ ആർക്കും അവരെ എതിർത്ത് പറയാൻ അല്ലെങ്കിൽ അവർക്കൊരു തെറ്റായിട്ട് ആർക്കും തോന്നില്ലാത്ത രീതിയിലാണ് അവരെ പ്രസൻറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവർ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? അതിന് കിട്ടിയ ഒരു കാർഡാണ്. ആക്ച്വലി
ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വെറുതെ ഇരിക്കാനായിട്ടാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സ്റ്റില്ലായിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുക, അതാണ് ആഗ്രഹിക്കുന്നത്. മേ ബി അവർ നിങ്ങളുടെ മൂവ്മെൻറ്റിനെ പേടിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ എനർജിയെ, നിങ്ങളുടെ ഗ്രോത്തിനെയൊക്കെ പേടിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ആൻഡ് അവർക്ക് നിങ്ങൾ വെറുതെ ഇരുന്ന് ഉറങ്ങണം. ഓക്കെ, നിങ്ങളിങ്ങനെ ഇനാക്റ്റീവായിട്ടിരിക്കണം, അതാണ് നിങ്ങൾ വേണ്ടത്. മേ ബി അവർക്ക് നിങ്ങളോട് അസൂയ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യലിൽ പേടി ഉണ്ടായിരിക്കാം. നിങ്ങൾ വെറുതെ ഇരുന്നാലേ അവർക്കും ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളിങ്ങനെ റെസ്റ്റ് ചെയ്ത് എല്ലാത്തിൽ നിന്നും പിൻവാങ്ങി ഇങ്ങനെ ഒരു വിഡ്രോയിങ് ഒരു മൊമെൻറ്റിൽ ഇരിക്കണം. ആക്ച്വലി സ്പിരിച്വൽ രീതിയിലാണെങ്കിൽ നിങ്ങളൊരു അവേക്കനിങ് പ്രോസസ്സിലേക്കൊക്കെ പോവുമോ, നിങ്ങളെ കൂടുതൽ ആൾക്കാർ അംഗീകരിക്കുക, നിങ്ങളുടെ യഥാർത്ഥ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആൾക്കാരൊക്കെ അംഗീകരിക്കും എന്നൊക്കെയുള്ളൊരു പേടിയൊക്കെ ഉള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, ബിക്കോസ് അവർക്ക് പേടിയുണ്ട്. അവരുടെ കംഫർട്ട് സോണിലപ്പോൾ അവർ വലിയ ആൾക്കാരാണ്. നിങ്ങൾ വളർന്നു വന്നാൽ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ആകും എന്നൊരു പേടിയുണ്ട്. അവരെ ത്രട്ടനാവും, അതായത് അവർക്കൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ വളർന്നു വരുമോ എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ കൺട്രോൾ ചെയ്ത് അങ്ങനെ നിർത്തുന്നത്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഇതുകൊണ്ട് ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് മേജർ അർക്കാനയാണ്, ദ സ്റ്റാർ എന്ന് പറയും. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയത് ഒരു മേജർ അർക്കാന കാർഡാണ്. ആക്ച്വലി ഈ ഒരു വ്യക്തി നിങ്ങളെ തളർത്താൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഈ ഒരു ഒപ്പോസിഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഹീലിങ്ങിലേക്ക് അല്ലെങ്കിൽ ഡിവൈൻ ഗൈഡൻസിലേക്കൊക്കെ പോകാനുള്ള ഒരു കാരണമായിട്ട് തീരുന്നുണ്ട്. ഈ സ്റ്റാർ കാർഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഹോപ്പ്, ഒരു ഇൻസ്പിറേഷൻ, ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഒക്കെ തരുന്ന ഒരു കാർഡാണ്. ആൻഡ് ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ചിലപ്പോൾ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അവർ പ്യുവർ ആയിട്ടുള്ള ഇൻറ്റൻഷനോട് കൂടിയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മേ ബി അവരങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ മൂലം അവരാണ് ചെയ്യുന്നത് എന്നറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചില വേദനകളൊക്കെ ഉണ്ടാവുന്നിരിക്കാം. പക്ഷേ നിങ്ങൾ ലൈഫിൽ ഷൈൻ ചെയ്യാൻ പോവാണ്. ഈ ഒരു സ്ട്രഗിൾസ് ഒക്കെ, അതായത് ഇവരുണ്ടാക്കി തരുന്ന ഈ ഒരു വേദനകളൊക്കെ നിങ്ങളെ ഏറ്റവും ബെറ്റർ ആക്കാൻ മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇവർ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരു ഇനാക്റ്റീവ് സ്റ്റേറ്റിലേക്ക് പോവില്ല. നിങ്ങൾ അവിടെ നിന്നും ഷൈൻ ചെയ്യും. അവരെത്ര നിങ്ങളുടെ ആ ഒരു ലൈറ്റ് ഡിമ്മാക്കാൻ നോക്കിയാലും നിങ്ങൾ പെട്ടെന്ന് ഹീലാവും. നിങ്ങൾ അവരെത്ര ഹേർട്ട് ചെയ്താലും നിങ്ങൾ വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്നത് അവർക്ക് കാണാൻ സാധിക്കും. അതാണ് അവരുടെ ഏറ്റവും വലിയ പേടി. നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. അവരുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് നിങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക്, ഒരു ഡിവൈൻ ഗൈഡൻസിലേക്കൊക്കെ നിങ്ങൾ ഈ ഒരു റീസൺ കാരണം പോകുന്നുണ്ട്. നിങ്ങൾ ഇവരിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇവിടുന്ന് പഠിക്കേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നൊരു മേജർ അർക്കാന കാർഡാണ് ഫൂൾ എന്ന് പറയുന്ന കാർഡാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. അത് നിങ്ങളോട് പറയുന്നത് മറ്റൊന്നുമല്ല, ബി ഫിയർലെസ്, പേടിയില്ലാതെ ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ റിസ്ക് എടുക്കുക, പുതിയതായിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. നിങ്ങളുടെ ഈ ഹിഡൻ ആയിട്ടുള്ള എനിമീസ് നിങ്ങളെ മടിച്ച് നിങ്ങളിങ്ങനെ ഇരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു യാത്രയിൽ നിങ്ങളിപ്പോൾ എന്ത് കാര്യമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് എതിരായിട്ട് എന്തൊക്കെ നടന്നെന്ന് പറഞ്ഞാലും നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് തന്നെ പോവുക. നിങ്ങൾക്ക് അതിലൊരു വിശ്വാസം വെച്ചോ നിങ്ങളതിൽ മുന്നോട്ട് പോവുക. നിങ്ങൾ ഈ യൂണിവേഴ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് എതിര് പറഞ്ഞേക്കാം. നിങ്ങൾ അതൊന്നും നോക്കാതെ നിങ്ങളുടെ ആഗ്രഹവുമായി ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്ന നിലയ്ക്ക് മുന്നോട്ട് പോവുക. നിങ്ങൾ ഫ്രീ ആണ്. നിങ്ങൾ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യം മുന്നിൽ വരുമോ, അല്ലെങ്കിൽ അത് കാരണം എനിക്ക് തടസ്സം എന്തെങ്കിലും വരുമോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾ സ്റ്റക്കായിരിക്കേണ്ട ഒരു സമയമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഹിഡൻ എനിമി നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ധൈര്യവും നിങ്ങളുടെ ഇൻഡിപെൻഡൻസുമാണ്. ഇവരിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഗ്രാജുവലി നിങ്ങളുടെ യഥാർത്ഥ ധൈര്യം എന്താണെന്ന് തിരിച്ചറിയും. നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പഠിക്കും. അതാണ് ഇവർ നിങ്ങൾക്ക് തരുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്.
സോ അതിന് കിട്ടിയ ഒരു കാർഡാണ് 9 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. നിങ്ങൾ അലേർട്ടായിട്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ തന്നെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ അലേർട്ടായിട്ടിരിക്കണം, നിങ്ങൾ സംരക്ഷിക്കണം. നിങ്ങളുടെ ബൗണ്ടറീസ് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. നിങ്ങളുടെ എല്ലാ പ്ലാനുകളും എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കരുത്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കണം. ചലഞ്ചസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യണം. ഈ ഒരു വ്യക്തി കുറച്ച് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ട് വിജയിച്ചു വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആൻഡ് സ്റ്റിൽ എക്സ്പെക്റ്റിംഗ് സംതിങ്. പക്ഷേ നല്ല സ്ട്രോങ് ആണ്. അതുപോലെ നിങ്ങളും സ്ട്രോങ് ആയിട്ടിരിക്കണം. ഓക്കെ, സ്പിരിച്വലി നിങ്ങളുടെ എനർജി ഷീൽഡ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, അഫർമേഷൻസ് ചെയ്യുക, നിങ്ങളുടെ ഒരു ക്ലെൻസിങ് റിച്വൽസ് എല്ലാം കൃത്യമായിട്ട് ചെയ്യുക. അതായത് നിങ്ങളെ എനർജി ക്ലീൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ഹീലിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്ത് നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് ഓവർ ട്രസ്റ്റ് ചെയ്യരുത് ആൾക്കാരെ. ഒരുപാട് അങ്ങ് വിശ്വസിക്കാൻ പോകരുത്. ഇവരെല്ലാം എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നവരാണെന്ന് വിചാരിച്ച് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ അപ്പ് ആവാൻ നിൽക്കരുത്. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രാക്ടിക്കൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഈ ഒരു തീരുമാനങ്ങളിലൊക്കെ ഉറച്ചു നിന്ന് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഔട്ട്കം വരാൻ പോകുന്നത്? ഓക്കെ, നിങ്ങൾ ഈ ഒരു കാര്യം, അതായത് നിങ്ങൾക്കൊരു ഹിഡൻ ശത്രു ഉണ്ട്, അവർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പിന്നിൽ നിന്നും കുത്താൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കണം, നമ്മൾ സേഫാണ്, നമ്മൾക്ക് യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളുടെ കാര്യം നോക്കണം, എല്ലാവരോടും ഓപ്പൺ അപ്പ് ആകരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി, ഒരു സെക്യൂരിറ്റി ലൈഫിലുണ്ടാവും. ഓക്കെ, അതായത് നിങ്ങളുടെ പവർ, നിങ്ങളുടെ പണം, നിങ്ങളുടെ മനസ്സമാധാനം ഇതെല്ലാം നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കും. നിങ്ങളുടെ എനിമിക്ക് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ എനർജി നിങ്ങൾ പ്രിസർവ് ചെയ്യാൻ വേണ്ടി പഠിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഏറ്റവും അടുപ്പമുള്ള ആളുകളുടെ ഒരു സർക്കിൾ അത് വളരെ ചുരുങ്ങും. നിങ്ങൾക്കൊരു ബൗണ്ടറീസ് കൃത്യമായിട്ട് വരും. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു കൺട്രോള് നിങ്ങൾക്ക് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടലി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഒരുപാടങ്ങ് ഹാം ചെയ്യാനൊന്നും പറ്റില്ല. അവർ പല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. അവരുടെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് നിങ്ങൾ അവരെക്കാൾ അല്ലെങ്കിൽ അവനേക്കാൾ മുകളിൽ ചെല്ലും എന്നുള്ളതായിരിക്കും പേടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ പല രീതിയിൽ നിങ്ങളെ ഇങ്ങനെ വലിച്ച് താഴേക്കിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആൻഡ് അവർ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഫിയർലെസ് ആയിട്ട് മാറും. നിങ്ങൾക്ക് പേടിയില്ലാത്ത വ്യക്തികളായിട്ട് നിങ്ങൾ മാറും. ഓക്കെ, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തുടങ്ങും. നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് ഒക്കെ കിട്ടും. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, റിയാലിറ്റി എന്താണെന്നൊക്കെ ഉള്ള കാര്യം മനസ്സിലായി തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങൾ ഫൈനലി ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള, ആർക്കും തൊടാൻ പറ്റാത്തൊരു വ്യക്തിയായിട്ട് ഫൈനലി മാറും. അപ്പോൾ ഇതാണ് അവർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിങ്ങനെ പുറകിൽ നിന്ന് പാര് വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഈ ഒരു റീഡിംഗ് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടുതൽ ടാരോ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.